ഹായ് ഫ്രണ്ട്സ്, കോഡിംഗ് ഹൈവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡേറ്റ സ്ട്രക്ചർ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒരുപാട് പേർ എനിക്ക് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡേറ്റ സ്ട്രക്ചർ മലയാളം സീരീസ് ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഞാനൊരു ഡേറ്റ സ്ട്രക്ചർ സീരീസ് തുടങ്ങുകയാണ് മലയാളത്തിൽ. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ നമുക്കറിയാം ഡേറ്റ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈവൻ നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാറുണ്ട്. പിന്നെ ഡേറ്റ സ്ട്രക്ചറിൽ നമ്മൾ നല്ല പ്രൊഫഷണൽ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ബെസ്റ്റ് പാക്കേജിൽ പ്ലേസ്ഡ് ആവാൻ പറ്റും. ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഈ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഡേറ്റ സ്ട്രക്ചർ, എന്താണ് അതിൻ്റെ ആവശ്യം, എവിടെയൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ബേസിക് ഇൻട്രോ വീഡിയോ ആണിത്. മോർ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഓരോ സ്പെസിഫിക് ഡേറ്റ സ്ട്രക്ചർ എടുത്തിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? സോ നമുക്ക് ആദ്യം നോക്കാം എന്തിനാ നമുക്ക് ഈ ഡേറ്റ സ്ട്രക്ചർ എന്നൊരു സംഭവം വേണ്ടേ. നമുക്കറിയാം നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ അല്ലേ, അതായത് ആവശ്യമാണ് സൃഷ്ടിയുടെ കർത്താവ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മളൊരു സാധനം അടുത്ത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിക്കുന്നത്. അതുപോലെ ഈ ഡേറ്റ സ്ട്രക്ചറിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ആവശ്യം എന്താണ്, അതില്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലേ, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോണേ. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ റൂം ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കണമെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ റൂം ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്, തുണികളൊക്കെ ഇങ്ങനെ വലിച്ചുവാരി ഇട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് ഒരു ടീഷർട്ട് എടുക്കണം, ഒരു യെല്ലോ കളർ ടീഷർട്ട് നിങ്ങൾക്ക് വേണം എന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഫേവറേറ്റ് ആണ്. പക്ഷെ ഇങ്ങനെ കൂടി കിടക്കുന്നതിന് നിങ്ങൾക്ക് അത് പെട്ടെന്ന് എടുക്കാനും കണ്ടുപിടിക്കാനൊക്കെ വളരെ പാടാണ് അല്ലേ. അതായത് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആണ് ആ ഒരു ടാസ്ക്, റൈറ്റ്? നിങ്ങളുടെ റൂം നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയാണ്, മീൻസ് നല്ല അടുക്കി പറക്കി വെച്ചേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഷർട്ട് അറിയാം നിങ്ങൾക്ക് എവിടെയാണ് ഉള്ളത്. ഷർട്ട്സ് ഒക്കെ ഒരു ഡ്രോയറിൽ, പാൻസ് ഒക്കെ ഒന്നിൽ, സോക്സ് ഒക്കെ, അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ യൂസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മോർ ഈസിയർ ടു ഫൈൻഡ് വാട്ട് വി നീഡ് അല്ലേ. നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് എടുക്കാൻ വളരെ എളുപ്പമാണ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി വൈ വി നീഡ് ഡേറ്റ സ്ട്രക്ചർ ഇൻ കമ്പ്യൂട്ടേഴ്സ്. അതാണ് എന്താ ഈ ഡേറ്റ സ്ട്രക്ചറിന്റെ ആവശ്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ. അതായത് ജസ്റ്റ് ലൈക്ക് ഓർഗനൈസിങ് എ മെസ്സി റൂം സേവ്സ് us our ടൈം ആൻഡ് എഫർട്ട്, റൈറ്റ്? അതായത് നമ്മുടെ ഈ റൂമിൽ ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചേക്കുമ്പോഴത്തേക്കും നമ്മുടെ എഫർട്ട് കുറയാണ്, നമ്മുടെ ടൈം നമ്മൾ കുറേ സേവ് ആക്കുകയാണ് അല്ലേ. അതേ സെയിം തന്നെയാണ് ഡേറ്റ സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിനെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്യാൻ, ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഫൈൻഡ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ഓർഡറിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്പേസും പിന്നെ നമ്മുടെ എനർജിയും ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഡേറ്റ സ്ട്രക്ചറിന്റെ സിമ്പിൾ ഡെഫിനിഷൻ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം: ഇറ്റ്സ് എ വേ ഓഫ് ഓർഗനൈസിങ് ഡേറ്റ സോ ഇറ്റ്സ് ഈസി ടു ഫൈൻഡ് ആൻഡ് യൂസ്. അതായത് നമ്മൾ ഡേറ്റനെ ഒരു കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്, ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്കതിനെ യൂസ് ചെയ്യാനും കണ്ടുപിടിക്കാനും മീൻസ് സെർച്ച് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഞാൻ ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. അതായത് ഒരു ലൈബ്രറിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഹിയർ നമുക്ക് എന്താ പറ്റണമെന്ന് വെച്ചാൽ ബുക്സ് ഒക്കെ കറക്റ്റായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു ലൈബ്രറിയും വേറൊരു ലൈബ്രറി ഉണ്ട്, ബുക്സ് ഒക്കെ അവിടെ ആയിട്ട് ഇട്ടിരിക്കുന്ന ലൈബ്രറി ഉണ്ട്. ഓക്കെ, അപ്പോൾ നോർമലി ഒരു ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബുക്സ് ഒക്കെ എപ്പോഴും അടുക്കി പറക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഈ ബുക്സിനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. മേ ബി ഫിക്ഷനോ, സയൻസ് സ്റ്റോറീസ്, അല്ലെങ്കിൽ ഹിസ്റ്ററി സ്റ്റോറീസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ഓതറിന്റെ നെയിം വെച്ചിട്ട് ആൽഫബറ്റിക്കലി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പല തരത്തിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സൂപ്പർ ഈസി ടു ഫൈൻഡ് ദ എക്സാക്ട് ബുക്ക് വി വാണ്ട്, റൈറ്റ്? അപ്പോൾ നമുക്ക് ഏത് ബുക്കാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഡേറ്റ സ്ട്രക്ചർ ഓൾസോ ഡൂയിങ് ദ സെയിം ഫോർ കമ്പ്യൂട്ടേഴ്സ്. ഡേറ്റ സ്ട്രക്ചേഴ്സും ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറ്റണമെന്ന് വെച്ചാൽ ദേ മേക്ക് ഷുവർ ഡേറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് റിട്രൈവ്ഡ് ഇൻ ആൻ ഓർഗനൈസ്ഡ് വേ. ഇപ്പോൾ ഡേറ്റ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ഡേറ്റനെ സ്റ്റോർ ചെയ്യുന്നതും റിട്രൈവ് ചെയ്യുന്നതും മീൻസ് കണ്ടുപിടിച്ചെടുക്കുന്നതും ഒക്കെ ഒരു ഓർഗനൈസ്ഡ് വേയിലായിരിക്കും വരുന്നത്. ഇനി ഞാൻ കുറച്ച് കൂടുതൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് പറയാം. നമ്മൾ യൂസ് ചെയ്യുന്ന, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്ന ചില കേസസ് കൂടി പറഞ്ഞു തരാം.
ഫസ്റ്റ് കണ്ട് നമ്മുടെ ഫോൺ കോൺടാക്ട്, എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടല്ലോ, ഫോണിൽ നമ്മൾ കോൺടാക്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ ഓൾ കോൺടാക്ട്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ആൽഫബറ്റിക് ഓർഡറിൽ ABC അങ്ങനെയുള്ള പേരൊക്കെ കാണിക്കില്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് പേര് അന്ന എന്ന് പറയുന്ന ഒരു കുട്ടീൻ്റെ നമ്പർ എടുക്കണമെങ്കിൽ അപ്പോൾ എനിക്ക് എങ്ങനെയാണ്, ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഓൾറെഡി അത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ആ പേര് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടെയും നമ്മളൊരു ഡേറ്റ സ്ട്രക്ചർ വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത് വേറൊരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വാർഡ്രോബിന്റെ കേസ് തന്നെ എടുക്കാം. അവിടെ നമ്മൾ എല്ലാ സാധനങ്ങളും മീൻസ് സോക്സ് ആവട്ടെ ഡ്രസ്സ് ആവട്ടെ എല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി വേറൊരു എക്സാമ്പിൾ പറയാൻ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ആമസോണിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാനാണെങ്കിൽ അതിൽ തന്നെയും കുറേ കാറ്റഗറീസ് ഉണ്ട് അല്ലേ. അതായത് ഇലക്ട്രോണിക്സ് ഉണ്ട്, ക്ലോത്ത്സ് ഉണ്ട്, അങ്ങനെ അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ അവിടെയും ഒരു അറേഞ്ച്ഡ് വേ ഓഫ് സ്റ്റോറിംഗ് ആണ് അല്ലേ. അപ്പോൾ അവിടെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ത്, ഡേറ്റ സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ്. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പ് ആണ്. അതെന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അല്ലേ. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഐ ആം ലിവിങ് ഇൻ ഷാർജ, ഞാൻ ഷാർജയിലാണ് താമസിക്കണേ. അപ്പോൾ എനിക്ക് ഷാർജയിൽ നിന്ന് ദുബായിലോട്ട് പോകണമെങ്കിൽ പല വഴികളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഷോർട്ടസ്റ്റ് പാത്താണ്, അതായത് ഏറ്റവും എളുപ്പത്തിൽ കുറച്ച് ഡിസ്റ്റൻസിൽ എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന പാത്താണ്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ചില സ്പെസിഫിക് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളത് നമ്മൾ അത് പഠിക്കുന്ന സമയത്ത് ഞാൻ വളരെ ക്ലീൻ ആയിട്ട് പറഞ്ഞു തരാം. ഇതിനെയൊക്കെ ഡീപ്പർ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് ഓരോ സ്പെസിഫിക് ഡാറ്റ സ്ട്രക്ചർ ഞാൻ പറയുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ അടുത്ത ഒരു എക്സാമ്പിളൂടെ ഞാൻ പറയാം, നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡ്. അതായത് നമ്മളിപ്പോൾ ലിങ്ക്ഡിന്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ അത് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു സ്പെസിഫിക് ഓർഡറിലെല്ലാം കാണിക്കുന്നുണ്ട്, പോസ്റ്റ് ആവട്ടെ, ഫീഡ് ആവട്ടെ, അതല്ലെങ്കിൽ ചില സമയത്ത് സജഷൻസ് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഡേറ്റ സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു ഡേറ്റ സ്ട്രക്ചർ എന്താണ്, എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഡേറ്റ സ്ട്രക്ചർ ഈസ് ഓൾ അബൌട്ട് ഓർഗനൈസേഷൻ അല്ലേ. നമ്മൾ എങ്ങനെ നമ്മുടെ ഡേറ്റയെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു, അതാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹെൽപ്പ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മാനേജ് ഇൻഫർമേഷൻ ഇൻ എ വേ ദാറ്റ് മേക്സ് അവർ ലൈഫ്സ് ഈസിയർ. നമ്മുടെ വർക്കൊക്കെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു ഓർഡറിൽ നമ്മുടെ ഡേറ്റനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നു അല്ലെ. ഒന്നുകിൽ അതൊരു കോണ്ടാക്റ്റിനെ ഫൈൻഡ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നാവിഗേറ്റിംഗ് എ മാപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു സാധനം ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുന്നതാവാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡേറ്റ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഈ ഡേറ്റ സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എവറിത്തിങ് വുഡ് ബി സ്ലോ, മെസ്സി ആൻഡ് ഫ്രസ്ട്രേറ്റിംഗ് അല്ലേ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.